ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നട്ടുവെച്ചിരുന്ന കീൻവ ഹാർവെസ്റ്റ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. വേണ്ടോ, ചിലതൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയമായി. അപ്പം ഞാനിതൊരു പരീക്ഷണാർത്ഥം നട്ടുവെച്ച കീൻവയാണ്. എന്തായാലും അതിപ്പം ഇത്രയും ഉണ്ടായിട്ടുണ്ട്. എന്നാ പിന്നെ അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങിയായിരുന്നു ഞാൻ. ഇവിടെ ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് ഓർത്തത്. ഇതുണ്ടല്ലോ, ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇതിൽ നിന്ന് വീഴുന്ന ഇത് അരിയായിട്ട് നമ്മൾ ഹാർവെസ്റ്റ് ഇത് ഉണക്കിയിട്ട് ഇതുപോലുള്ള അരിയുണ്ടോ, ഈ ഒരു കുഞ്ഞ് തരി പോലുള്ള അരിയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. ഇത് ഡയബറ്റിക്സ് ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇത് ഡയബറ്റിക്സ് പേഷ്യൻസിന് ഒരുപാട് നല്ലതാണെന്ന് ഇത് പറയുന്നത്. ഞാനിത് ശരിക്കും ഇങ്ങനെ ഉണങ്ങി വെച്ചിരിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഉണ്ടോ, ഇതാണ് ശരിക്കും ഉണങ്ങി വെച്ചിരിക്കുന്ന കിൻവ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതാണ് നമ്മൾ സാലഡിലൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ, നമുക്ക് പിന്നെ വേവിച്ചെടുത്തിട്ട് കഴിക്കാവുന്നതാണിത്. ഇത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാറായതാണ്. ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നതും ഒരു പൂ പോലെ നിൽക്കുന്നതൊക്കെ കണ്ടോ. ഇതിന്റെ കളർ കണ്ട്, ഇത് റെഡ് കളറിലായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഉണങ്ങിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് തിരുമുമ്പോൾ തന്നെ ഇതിന്റെ അരി ഇങ്ങനെ വീണ് പോലെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ ഭംഗിയാണ് കേട്ടോ. ഇത് ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടി നട്ടതാ, പക്ഷെ അത് നന്നായിട്ട് ഉണ്ടായി കിട്ടി. ഇനിയിപ്പോൾ അടുത്ത വർഷം കുറച്ച് അധികം നടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സീഡാണ്, ഗ്രെയിൻസ് അതിൽപ്പെട്ട ഇതാണ്. നമ്മൾ ഇതുപോലെ ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കുന്നത് നമ്മൾ അവിടെ നിർത്തി വെച്ചാൽ മതി. അത് കുറച്ചും കൂടി ആയിട്ട് വേണം ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഹാർവെസ്റ്റ് ചെയ്യാറായതാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ അകത്തെ ഈ സീഡ്. ഇതിൻ്റെ അകത്ത് ഒരു വൈറ്റ് കളർ സീഡ് ഉണ്ട്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുത്തേക്കാം എല്ലാം. കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം കൈ വെച്ചങ്ങ് തിരുമ്മി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സീഡ് ഇങ്ങനെ താഴെ ചാടി പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മുറത്തിലൊക്കെ ഇട്ടൊന്ന് പേറ്റിയെടുത്താൽ മതി. ഇങ്ങനെ ഈ പച്ചയായിട്ടുള്ളതൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് ഉണങ്ങി കിട്ടണം, എന്നാലാണ് നമുക്കത് നല്ല സീഡായിട്ട് കിട്ടുള്ളൂ. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന കിൻവ. ഇത് നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനി ഉണങ്ങിയിട്ട് അതിൻ്റെ സീഡ് നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ ഇനി നിങ്ങളെ ഇവിടെ നട്ടിട്ടുള്ള ബാക്കി ചെടികളും കൂടെ കാണിച്ചു തരാം. ഇത് തക്കാളി പഴുക്കാറായി കിടപ്പുണ്ട്. സാലഡ് തക്കാളിയാണിത്. ഇവിടെ തക്കാളി പഴുത്ത് കിട്ടുന്ന എളുപ്പമല്ല. ഞാനൊരു ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് പറിച്ചെടുത്തിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സിലേക്ക് എടുത്ത് വെച്ചിട്ട് അവിടുന്ന് പഴുക്കുന്നതനുസരിച്ച് എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. ഇപ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് പ്ലം വെറൈറ്റിയിലുള്ളതാണ് ഈ തക്കാളി. ഇനി ഇവിടെ നട്ടിട്ടുള്ളത് കുറച്ച് ഹെർബ്സാണ്. ഇത് തൈമാണ്. ചുമയൊക്കെ ഉള്ള സമയത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നത് ചുമ മാറാൻ നല്ലതാണ്. ഇത് ഒറിഗാനോ ആണ്. കൂടുതലും പാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഇത് എല്ലാവർക്കും അറിയാമല്ലോ, പുതിനയിലയാണ്. നമ്മളെല്ലാ ഫുഡിലും എല്ലാത്തിലും തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇത് റോസ്മേരിയാണ്. ചൈനീസ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇതെൻ്റെ ഇവിടെ അത്രയ്ക്ക് വലുതായിട്ടില്ല, ഇതായി വരുന്നേ ഉള്ളൂ. അത്തേന്ന് പറിച്ച് തുടങ്ങിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഇത് തുളസിയും മിൻറ്റും കൂടെ ചേരുന്ന ഒരു ചെടിയാണ്.
നല്ല മണമാണ് കേട്ടോ. തുളസിയുടെയും മണം വരും. നമുക്ക് ഇങ്ങനെ മിൻറ്റും തുളസിയും കൂടെ കൂടി ഒരു മണം കിട്ടും. ഇത് ഇല മണക്ക് നോക്കി കഴിഞ്ഞാൽ. ഇതും വേറൊരു വെറൈറ്റി തൈമാണ്. ഇപ്പം അതിൻ്റെ ഇലയൊക്കെ കഴിഞ്ഞതാണ്. ഇതൊക്കെ ഇവിടെ തന്നെ നിന്നാലും വിൻ്ററിൽ അത് സർവൈവ് ചെയ്ത് വന്നോളും പിറ്റേ വർഷം ആകുമ്പോഴത്തേക്കും. പിന്നെ ഇവിടെ കോർജറ്റാണ്. ഈ സുക്കീനി ഇല്ലേ, അതാണ് നട്ടിട്ടുള്ളത്. അത് കായ ഉണ്ടായിട്ടുണ്ട്. ഇത് യെല്ലോ വെറൈറ്റിയിലുള്ളതാണ്. ഞാനിവിടെ ഇപ്പുറത്ത് ഗ്രീൻ വെറൈറ്റിയിലുള്ളതുണ്ട്. ഇതാണ് ഞാൻ എല്ലാ വർഷവും നടാറ്. ആദ്യമായിട്ടാണ് യെല്ലോ വെറൈറ്റി പരീക്ഷിക്കുന്നത്. ഇവിടെ നന്നായിട്ട് കിടപ്പുണ്ട്. സാമ്പാറിലൊക്കെ ഇടാനും അവിയലിലും സാമ്പാറിലും പിന്നെ ഇത് തന്നെയും കറി വെച്ച് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇവിടെ ബീൻസൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. ബീൻസാണ്. പിന്നെ ഇവിടെ ബീട്രൂട്ട് നട്ടിട്ടുണ്ട്. ബീട്രൂട്ട് ഉണ്ടായിട്ടുണ്ട്, ആയി വരുന്നു. പറിക്കാറായില്ല. ഇതിന് വലിപ്പം വെക്കുന്ന ടൈപ്പാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു മാസം കൂടിയൊക്കെ കഴിഞ്ഞാൽ നമുക്കിത് പറിക്കാറാകും.